ചക്കര മരത്തിന്മേൽ ആരാനുണ്ടോ നോക്കിയേ. ആപത്തില്ല തമ്പുരാനെ, ചിലപ്പോ തലയ്ക്ക് മീതെ പൊത്തിലിരിക്കുന്ന വെടിക്കാരുണ്ടാവും. ചെറുമക്കുടിയിലും മൊയിലാരുപള്ളിയിലും തേവാരത്തും പറക്കുടിയിലും നമ്മുടെ കണ്ണും കാതുമുണ്ട്. കോഴിക്കോട്ടുനിന്ന് പടവന്ന ഈ തമ്പുരാക്കന്മാരെ കാത്തോളാൻ. മാമാങ്കത്തിന് പോകാൻ തീരുമാനിച്ചാൽ തമ്പുരാക്കന്മാർ നാടിൻ്റെയാ. നാട്ടാരെല്ലാം നിങ്ങൾക്ക് ചങ്ങാതാ. ഇന്നിവിടെ തങ്ങാം. കണ്ണപ്പ പണിക്കരുടെ കളരി. ഇവിടുത്തെ നിഴല് പോലും നമുക്ക് ചുരുകയേന്തി കാവല് നിൽക്കും. ഇവിടെ ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ? ദാ അവിടെ ചിത്രപ്പായ വിരിച്ച് സ്വീകരിച്ചിരുത്തിയാണ് എന്നെ അന്നമൂട്ടിയത്. തിരുനാവായിക്ക് പോകും വഴി. ഊണ് വിളമ്പിയതേ ഉണ്ടായിരുന്നുള്ളൂ. കയ്യാലുകളും ചെമ്മതിലും കിടന്ന് കല്യാണക്കോളിൽ നിന്ന മരക്കാരുടെ വീട്ടുകാരി പാത്തു ഓടി വന്ന അപായ സൂചന തന്നു. ബാങ്ക് വിളിക്കാൻ പോയ വീട്ടുകാരൻ മോനെ പറഞ്ഞയച്ചതാ, കോഴിക്കോട്ട് നിന്ന് വന്നവരെ കണ്ടിട്ട്. തീന നിർത്തി എഴുന്നേറ്റ് എന്നെ തടഞ്ഞ് കണ്ണപ്പര് പറഞ്ഞു, പാതിയിൽ നിർത്തരുത്, മുഴുമിപ്പിക്കണം, ഞങ്ങൾ നോക്കിക്കൊള്ളാം. എല്ലാം കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ പെണ്ണുങ്ങൾ കുരവായിട്ടു. നടക്കൽ വരെ പൂവിതറി. ചിലരൊക്കെ കരഞ്ഞു. ഞാൻ നടന്ന് കുന്നു പറഞ്ഞിട്ടാവണം തലച്ചെന്നവരുടെ പീരങ്കിപ്പട വന്നു. മൂതുപാടും അവർ വളഞ്ഞു. പുഴക്കൽ പടയിൽ കൂട്ടുവന്ന പറങ്കികൾ എല്ലാം തകർത്ത് അടിവാരമിളക്കി ഭണ്ഡാരം കൊള്ളയടിച്ചു തോട്ട പൊട്ടിച്ച് കുഴികുത്തി. ഈ ചാവേറിന് വേണ്ടി ചാരമായി അവർ. ഇവിടുത്തെ നിഴലിനെ പോലും വിശ്വസിക്കാം. കണ്ണപ്പരുടെ പാട്ട് കേട്ടിട്ടുണ്ട്. അവരൊക്കെയും ഒരുക്കി തന്നിട്ടും ലക്ഷ്യം മറന്നില്ലേ? അവരൊക്കെ മരിച്ചിട്ടും മരിക്കാതെ ജീവിക്കുന്നില്ല നിങ്ങൾ. മണിക്കിണറിൻ്റെ അടിത്തട്ടിൽ ആന ചവിട്ടിത്താഴ്ത്തിയ ആദ്യത്തെ ചാവേറുടലും നാവുണ്ടായിരുന്നെങ്കിൽ തടഞ്ഞേനെ. ചതിക്കായി കഴുത്തറുത്ത് കുലവും മഹിമയും കാക്കാൻ ഉറച്ച പരമ്പരയുടെ മഹാവീര്യത്തെ. മായാസാഗരം അലയൊടുങ്ങില്ല. കുങ്കൻ അയാൾക്കാരുമില്ലേ? കൂടപ്പിറപ്പോ ഉണ്ണിയോ കൂട്ടായിട്ട്? ഒരു മകനുണ്ടായിരുന്നു നിന്റെ പ്രായത്തിൽ. സംസാരിക്കാൻ പറ്റാത്ത ഒരു ഭാവം. കാണാമ്പഴ വെച്ച അവനെയും കൊന്നു. പാവം. ഈ മരിക്കുമ്പോ ശരീരം ദഹിപ്പിക്കുന്ന എന്തിനാ? അപ്പോഴത് പഞ്ചഭൂതങ്ങളിൽ പ്രകൃതിയിൽ ലയിക്കും. മനസ്സൊരു വലിയ മനസ്സിൽ ലയിക്കുന്നത് പോലെ. ദഹിപ്പിക്കാത്ത ശരീരം നരിക്കും കുറുക്കനും കഴുകനും ഭക്ഷണം അല്ലേ? എന്റെ ശരീരത്തിന് അങ്ങനെ ദഹിക്കാനായില്ലെങ്കിലോ? ഉണ്ണിക്ക് അങ്ങനെ സംഭവിക്കില്ല. സംഭവിച്ചാലും എന്താ, സകലതും പ്രകൃതി തന്നെയല്ലേ? മരിച്ചാലും കത്തി നിൽക്കുന്ന യശസ്, അതിന് ഭയമാണ് അവർക്ക്. മാമാങ്കത്തിന് വള്ളുവനാട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഇന്നും വരുന്നുണ്ടെങ്കിൽ പുകഴ്പെറ്റ പകയുടെ തീകെടാതെ പെണ്ണുങ്ങൾ അവരുടെ മനസ്സിൽ ചിതയൊരുക്കുന്നത് കൊണ്ടാണ്. കിട്ടാത്ത ഉടപ്പിറന്നുടെയും മക്കളുടെയും ദേഹം ദഹിക്കുന്നത് ആ സ്ത്രീകളുടെ നെഞ്ചിലാണ്. അങ്ങനെയുള്ളവരുടെ വയറിലാണ് ഞാനും നീയും പിറന്നത്. ആ പാൽച്ചോര കുടിച്ചാണ് വളർന്നത്. ഇല്ല ഉണ്ണി, നിന്റെ ദേഹം കാകനും കുറുനരിക്കും കഴുകനും ഞാൻ വിട്ടുകൊടുക്കില്ല. ഉറങ്ങാൻ കണ്ണടയ്ക്ക് ദൂരമേറെയുണ്ട്.
അമ്മയാണെന്ന് സങ്കല്പിക്കുക. അമ്മയ്ക്ക് കൊടുക്കുന്ന അന്നം. ജയിച്ചു മടങ്ങി വന്ന അമ്മയ്ക്ക് എന്താ സംഭവിക്കുക? മരിച്ചുപോയത് അവരല്ല ഉണ്ണി. ജയിച്ചു വരുമെന്ന് നനച്ച് ജീവിച്ചിരിക്കുക ജന്മം വേണ്ടെന്ന് വെച്ച നമ്മളാ. നമ്മുടെ വഴി തെളിയാൻ ആയുസ് ബലി കൊടുത്ത ആയിരങ്ങൾ വേറെ. അവരുടെ ആത്മാവിന് വേണം നീ അന്നമൂട്ട. ആയിരക്കണക്കിന് അകമ്പടിക്കാവൽ നിർത്തി നിലയുറപ്പിച്ച ആ ഒരു ലക്ഷ്യത്തിന് നേരെ കുതിക്കുന്ന ചാവേറിന് കടക്കേണ്ട കടമ്പ കാവൽക്കാരും ആയിരപ്പടയുമല്ല, അവനവൻ തന്നെയാണ്. ഭൂമിയിലേക്ക് നമ്മളെ പിടിച്ചടിപ്പിക്കുന്ന ഒരു ഭാരവും മനസ്സിലുണ്ടാവാൻ പാടില്ല. ഭയം മാത്രമല്ല വർജിക്കേണ്ടത്, വലിഞ്ഞു കെട്ടുന്ന വേരുകൾ കൂടെയാണ്. ചാവേറിന്റെ മലക്കങ്ങൾ പെരുമലക്കങ്ങളാവുന്നത് ആ നേരത്താണ്. കടും കെട്ടറുത്ത് വേരുമുറിക്കാനാവുമോ നിങ്ങൾക്ക്? എങ്കിൽ ലക്ഷ്യം സാധ്യം. ഭൂമി കേരളം അഗ്നിസ്ഥാനമാക്കി മാമാങ്കം. ജഡം പിന്നിടും സുദീർഘകാല യുദ്ധജാതകം കരൽ പറിച്ച ഗോത്രവീരദാഹമാറ്റി മാമാങ്കം. കുലദ്രോഹി പട്ടം ചാർത്തി ഉടയോരും നാടും കുടുംബവും അകറ്റി നിർത്തിയ വലിയ മനസ്സിന്റെ സ്നേഹവും കരുതലും ഞാൻ അറിഞ്ഞതാണ്. ഇനിയൊരു മാമാങ്കം വേണ്ട. ചാവേറുകളും ഞങ്ങളോട് കൂടി ഈ പകക്കൂതി അവസാനിക്കട്ടെ. അനുഗ്രഹിക്കണം. എനിക്ക് അസാധ്യമായത് നിങ്ങൾക്ക് നേടാനാവില്ലെന്ന് ഞാൻ കരുതരുതല്ലോ. എന്നെ തിരുത്താൻ നിങ്ങൾക്കാവട്ടെ. കളരിയിൽ നിന്റെ കയ്യിലെടുത്തു തന്ന ആയുധവും കാലുറപ്പിച്ചു തന്ന ചുവടുകളും ഭഗവതി ഉള്ളിൽ തിരിക്കട്ടെ. പരമ്പരയുടെ മാനം കാക്കാൻ ഈ കുരുന്നിന്റെയോ നിന്റെയോ കുരുതിക്കിടവരാതിരിക്കട്ടെ. മനസ്സ് വൃഥ എന്ന് പറയുമ്പോഴും നാവിൽ ഗുരുനാഥൻ ഉരച്ചു തന്ന പൊന്നും തേനും സാക്ഷ്യമായി പറയുന്നു, വീരനായി വാഴ, മരണത്തെയും ജയിച്ചു വാഴും.